ഹായ് ഫ്രണ്ട്സ്, അബി സോങ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട റണ്ണർ നടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ റണ്ണർ നടുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഒരു പോട്ടിൽ ഒരു ചട്ടി ചാണകപ്പൊടി ഇട്ടിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒറ്റ ചെറിയ ചട്ടിക്കാണ് റണ്ണർ ആയതുകൊണ്ട് കൂടുതൽ വളം ചേർക്കുന്നില്ല. ഒരു പിടി എല്ലുപൊടി, ഒരു നുള്ളു NPK കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ചിരട്ടുണ്ട്, അപ്പോൾ അതിനടുത്ത് കളഞ്ഞിട്ട് ഞാനും എല്ലുപൊടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ NPK ഇട്ടു, എല്ലുപൊടി ഇട്ടു. പിന്നെ ഇതിൽ പഴുതാരനെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ കമ്പ് വെച്ച് ഇളക്കുന്നത്. എനിക്ക് പേടിയാണ് പഴുതാര. അതുപോലെ തന്നെ ചേരട്ടനൊക്കെ മണ്ണിലും ചെളിയിലൊക്കെ നല്ലോണം പണിയെടുക്കും. പക്ഷേ ആ സാധനത്തിനൊക്കെ എനിക്ക് ഒത്തിരി പേടിയാണ് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് നമ്മൾ കല്ലില്ലാത്ത മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുമ്പ് നമ്മൾ ടെറസിൽ ഇതുപോലെ പോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചാൽ മണ്ണായിരുന്നു. അപ്പോൾ അതിൽ മഴവെള്ളം വന്നിട്ടാണ് ഇങ്ങനെ ലൂസായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ 1.5 പോട്ട് മണ്ണിട്ടതിൻ്റെ ശേഷമാണ് നമ്മളിതിൽ നട്ടു വെക്കാൻ പോകുന്നത്. അപ്പോൾ റണ്ണറാണ്. മുമ്പ് ഞാൻ ഒരു 5 റണ്ണർ എടുത്തിരുന്നു കേട്ടോ, വേറൊരു ചേച്ചീൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ആ മാമൻ്റെ അടുത്തുനിന്ന് എടുത്ത റണ്ണർ എനിക്ക് പിടിച്ച് കിട്ടിയതിൻ്റെ ശേഷം ഇപ്പോൾ 3 റണ്ണറും കൂടെ ഞാൻ എടുത്തു കേട്ടോ. ഓരോ വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ ആദ്യം നട്ട് വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ റണ്ണർ. ഒത്തിരി വണ്ണമൊന്നും ഇല്ലാത്ത റണ്ണറാണ്, എന്നാലും പിടിച്ച് കിട്ടും കേട്ടോ. ഞാൻ മുമ്പ് എടുത്തതൊക്കെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തത്. അപ്പോൾ അത് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ചാല് പോലെ വെച്ചിട്ട് അതിൽ നമ്മൾ നട്ട് വെച്ച് കൊടുക്കുക. അതാണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് ടിപ്പൊക്കെ മുകളിൽ വരുന്ന റൂട്ട് താഴേക്കായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗ്രോത്ത് ടിപ്പ് താഴെ പോയാൽ അതിനും പെട്ടെന്ന് കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ വളർന്നു വരാൻ ഒത്തിരി പ്രയാസമായിരിക്കും. പിന്നെ റണ്ണറും കൂടെ ആണല്ലോ, അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ സിമ്പിളാണ്, എന്നാലും ഒന്ന് കെയറിങ് വേണ്ട ഒരു സംഭവം കൂടാണ് കേട്ടോ. അതിങ്ങനെ കൈ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നേരിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല, റണ്ണർ പൊന്തി പോകും. അപ്പോൾ റണ്ണർ പൊന്തുന്നുണ്ടോയെന്ന് നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ചെറിയൊരു പീസ് കല്ലോ അല്ലെങ്കിൽ ചെറിയൊരു ടൈൽസിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക, പൊന്തി പോരാതിരിക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫോളോവേഴ്സ് കുറവാണ്, അതുപോലെ തന്നെ പിന്നെ വ്യൂസും കുറവാണ്. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വിജയം. അപ്പോൾ ഒത്തിരി ലോട്ടസ് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഞാൻ മുമ്പ് എടുത്ത ലോട്ടസിൻ്റെ റണ്ണറുകൾ കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ഒരു മാസം ആകുന്നേ ഉള്ളൂ. സൂര്യമുഖി, അതുപോലെ തന്നെ മയൂരി, വൈറ്റ് മിറാക്കിൾ, പിന്നെ ഗ്രീൻ ആപ്പിൾ, പിങ്ക് മിസ്റ്റ് എന്ന ഈ ഒരു 4-5 വെറൈറ്റിയാണ് നമ്മൾ എടുത്തിരുന്നത്. ഈ ബാഡ്സാന ഞാൻ ട്യൂബർ വെച്ചതാണ് കേട്ടോ. അതും അതിൻ്റെ കൂടെ തന്നെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളൊക്കെ നേരെ റണ്ണറായിരുന്നു, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് വൈറ്റ് മിറാക്കിൾ. അപ്പോൾ റണ്ണർ വെച്ചാലും പിടിച്ച് കിട്ടും, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റണ്ണർ വെച്ചാൽ പിടിക്കുമോ ഇല്ലേ എന്നുള്ള ഞാൻ എൻ്റെ അനുഭവത്തിൽ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതിപ്പോൾ ഒരു മാസം തികയുന്നേ ഉള്ളൂ. ഇതുണ്ട്, ഇന്നലെ വന്നതാണ് ഈ 3 റണ്ണർ. അതിലൊന്നാണ് ഇപ്പോൾ ഡോറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഞാൻ നട്ട് വെച്ചത്. ഇനി ഹിനമ്പി ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഇതിൽ വൈഡൂര്യ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വൈഡൂര്യൻ്റെ ലീഫിൻ്റെ അടിയിൽ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ടോ ഈ ജെല്ല് പോലത്തെ ഒരു സംഭവം? ഇത് ഒച്ചിൻ്റെ മുട്ടകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് റിമൂവ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നട്ടു വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ലീഫ് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിൻ്റെ ശേഷം കേട്ടോ നടുക. ഒത്തിരി മുട്ടകളുണ്ട്.